നോട്ട് നിരോധനത്തെ തുടർന്ന് പണം കിട്ടാതെ വലഞ്ഞ അമേരിക്കക്കാരൻ മൂന്നാറിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി. ഹോട്ടലുടമകൾ പിന്തുടർന്ന് പിടികൂടിയെങ്കിലും നിസ്സഹായാവസ്ഥ മനസ്സിലായതോടെ വിട്ടയച്ചു. നിലമ്പൂരിൽ തമ്പടിച്ച മാവോയിസ്റ്റുകൾ പോലീസിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതിന്റെ തെളിവുമായി പോലീസ്. വിവരം ലഭിച്ചത് മാവോയിസ്റ്റുകളുടെ ടെന്റുകൾ പരിശോധിച്ചതിൽ നിന്ന്. ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന ടിക്കറ്റ് ചാർജിൽ അന്യായ വർധന. പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ പിഴിയുന്നതായി പരാതി. വർധനവ് 3 ഇരട്ടി വരെ. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള തീരുമാനമെടുത്തതായി കേന്ദ്രം. സാധന സാമഗ്രികൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പത്രക്കടലാസിൽ പൊതിയുന്ന ഭക്ഷണ സാധനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമെന്ന് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ഭക്ഷണം പത്രത്തിൽ പൊതിയുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അച്ചടി മഷിയിൽ ആരോഗ്യത്തിന് ഹാനികരമായ നിറങ്ങളും രാസപദാർത്ഥങ്ങളും. അസാധുവാക്കിയ 500 രൂപ നോട്ടുകൾ അവശ്യ സേവനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. നേരത്തെ ഡിസംബർ 15 വരെ ഉപയോഗിക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിൻവലിച്ച നോട്ടുകൾ ഇനി ഉപയോഗിക്കാനാകില്ലെന്ന് ഇന്നലെ കേന്ദ്രം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ ATMന് മുന്നിൽ ക്യൂ നിന്നവർക്കിടയിലേക്ക് കാർ ഇടിച്ചുകയറി 15 പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നെന്ന് റിപ്പോർട്ട്. ഇന്ത്യയെ മുഖ്യ പ്രതിരോധ പങ്കാളിയാക്കാനുള്ള നിയമം US കോൺഗ്രസ് അംഗീകരിച്ചു. പ്രസിഡന്റ് ബറാക് ഒബാമ ഒപ്പുവെക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും. $61,800 കോടി പ്രതിരോധ ബജറ്റും സെനറ്റ് അംഗീകരിച്ചു. അഴിമതി ആരോപണ വിധേയനായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പാർക്ക് ഗ്രൂൻഹയെ പുറത്താക്കി. പ്രസിഡന്റിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കി. 300 അംഗ പാർലമെന്റിൽ 234 വോട്ടിനാണ് പ്രമേയം പാസായത്. പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തിരുന്ന $10 കോടി വായ്പ ലോകബാങ്ക് റദ്ദു ചെയ്തു. പാകിസ്ഥാനിലെ പ്രകൃതിവാതക പദ്ധതികൾക്കായി അനുവദിച്ച തുകയാണ് റദ്ദാക്കിയത്. കലൂർ സ്റ്റേഡിയത്തിൽ ISL മത്സരങ്ങൾക്കിടെ നാശനഷ്ടമുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസ് ഫയൽ